ഇപ്പോൾ പരിചയപ്പെടുത്തിയതുപോലെ മുത്തുലക്ഷ്മി ടീച്ചർ കാലടി സർവകലാശാലയിലെ പ്രൊവിസി ആയിരുന്നു. വേദാന്തം, ദർശനം, ഇതായിരുന്നു ടീച്ചറുടെ ചിന്താ വിഷയങ്ങൾ, കടന്നുപോയ വഴികൾ. അതുപോലെ വിനോദ് ചന്ദ്രൻ സാറ് കേരളവർമ്മ കോളേജിലെ ഹിസ്റ്ററി വിഭാഗം അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തിട്ടുണ്ട്. മഹേഷ് ബാബു സാറ് ഹയർ സെക്കൻഡറിയിലാണ്. അദ്ദേഹം കരിക്കുലം, അതുപോലെ പാഠപുസ്തക കമ്മിറ്റിയിലൊക്കെ മെമ്പറാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടില്ലാത്തവരായിട്ട് ഉണ്ടാവാൻ ഒരു വഴിയില്ല. അത്രമേൽ ഒരു സമൂഹത്തെ സ്വാധീനിച്ച ശക്തമായ ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റേത്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് പോലെ ഇങ്ങനെ അടുത്തടുത്തിരിക്കാനോ ഒന്ന് കാണാനോ മിണ്ടാനോ ഒരുമിച്ച് ഒരു ഭക്ഷണം കഴിക്കാനോ ഒന്നും സാധിക്കാതിരുന്ന ഒരു ലോകത്തെ, ഭ്രാന്താലയമായിരുന്ന ഒരു സ്ഥലത്തെ ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം ആക്കി മാറ്റാനുള്ള ഒരു സ്വപ്നം കാണുകയും അതിനുവേണ്ടി തൻ്റെ ജീവിതകാലം മുഴുവൻ തൻ്റെ ആയുസ്, തൻ്റെ സമയം, ഊർജം, സന്യാസം, സംഘടനാബലം എല്ലാം അതിനുവേണ്ടി വിനിയോഗിക്കുകയും ചെയ്ത മഹത്തായ ഒരു വ്യക്തി. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര, എത്ര ആലോചിച്ചാലും തീരാത്ത അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കടന്നു പോയാൽ തന്നെ ഓരോ വായനയിലും അഗാധമായ അർത്ഥങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുകയും ഒരു സമൂഹത്തിൻ്റെ വേര് വരെ തൊട്ട് ആകാശം വരെ ഉയർത്താൻ ശ്രമിച്ച ഒരാൾ എന്ന രീതിയിൽ നമ്മൾ അത്രയൊക്കെ മഹാത്മാവായിരുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള സമയം വളരെ കുറവാണ്. 1 മണിക്കൂർ സമയമുണ്ട്, 3 പേര് സംസാരിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പരിമിതി നമുക്കുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇൻട്രഡക്ഷൻ അധികം നീട്ടുന്നില്ല. മുത്തുലക്ഷ്മി ടീച്ചർ സംസാരിക്കുന്നത് നാരായണ ഗുരുവിൻ്റെ കൃതികളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. പ്രാഥമിക തത്വങ്ങളായി ഗുരുവിൻ്റെ കൃതികളെ തന്നെ എടുത്തിട്ട് ഗുരുവിൻ്റെ ഭാഷയിലൂടെ കടന്നുപോയിക്കൊണ്ട് എന്താണ് ഗുരു ചെയ്തത്, ദർശനങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുക, ധർമ്മം, ജ്ഞാനം, ഈ വഴിയിലൂടെ അനുകമ്പയിലേക്ക് എത്തിച്ചേരുന്ന ഗുരുവിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ടീച്ചർ ആദ്യം ചെയ്യുന്നത്. ടീച്ചറിനെ സംസാരിക്കാം. വളരെ സന്തോഷം. അതിർത്തികൾക്കപ്പുറം പാരസ്പര്യത്തിൻ്റെ ലോകം, അതിരുകൾക്കപ്പുറം പാരസ്പര്യത്തിൻ്റെ ലോകം എന്നതാണ് ഈ സർഗോത്സവത്തിൻ്റെ പൊതുവായിട്ടുള്ള വിഷയം. അതിരുകൾക്ക് അപ്പുറം കടക്കുന്നത് പാരസ്പര്യത്തിലൂടെ തന്നെ ആണ് വേണ്ടത്. അതല്ലാതെ ശത്രുതയിലൂടെയല്ല, വെട്ടിപ്പിടിക്കലിലൂടെയല്ല എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്ന, പാരസ്പര്യത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ ആ പാരസ്പര്യത്തിൻ്റെ ആ ഒരു തന്മയത്വം നമ്മളെ കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന, മനസ്സിലാക്കിച്ചു തന്ന നാരായണ ഗുരുവിനെ പറ്റി തന്നെയാണ് ഈ സർഗോത്സവത്തിൽ സംസാരിക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു വിഷയം. നാരായണ ഗുരുവിനെ മനസ്സിലാക്കലാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവിനെ പറ്റി സംസാരിക്കാനായിട്ട്, ഈ സർഗോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഗുരുവിനെ പറ്റി സംസാരിക്കാനായിട്ട് വലിയ സന്തോഷമുണ്ട്. ഇതിൽ അനുകമ്പയിലേക്കുള്ള ദൂരങ്ങൾ എന്നാണ് ഈ സെഷന് പേര് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, നാരായണ ഗുരുവിനെ മനസ്സിലാക്കാൻ ഒരു വഴിയിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ല. പല ഭാഷകളിൽ എഴുതി, സംസ്കൃതം, മലയാളം, തമിഴ്, പല ഭാഷകളിൽ എഴുതി, പല ഭാഷകളിൽ നിന്ന് പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു. പല വിശ്വാസങ്ങൾ പുലർത്തുന്നവരെ ഒരുപോലെ അഭിസംബോധന ചെയ്തു. ചിന്തയുടെയും ബുദ്ധിയുടെയും പല തലങ്ങളിൽ നിൽക്കുന്നവരെ എല്ലാവർക്കും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, അതായത് സ്വന്തം ഒരു കാഴ്ചപ്പാടിൽ വെള്ളം ചേർത്തുകൊണ്ടല്ല, എന്താണ് ലക്ഷ്യം എന്നുള്ളതിൽ വെള്ളം ചേർത്തുകൊണ്ടല്ല, അതല്ലാതെയുള്ളൊരു മാജിക് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പലമയെ കൈകാര്യം ചെയ്തു, പലമയിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ ഒരാളാണ് നാരായണ ഗുരു. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക?
വൈവിധ്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ എങ്ങനെ പറ്റും? അതായത് ഒരു സംഘർഷമില്ലാതെ, അല്ലെങ്കിൽ സ്വന്തം നിലപാടിൽ വെള്ളം ചേർക്കാതെ എങ്ങനെയാണ് പലമയെ അഭിസംബോധന ചെയ്യാൻ പറ്റുക, വൈവിധ്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഈ വൈവിധ്യങ്ങളെ കൂട്ടിയിണക്കാൻ വേണ്ടി അദ്ദേഹം ഒഴിച്ചുകൊടുത്ത എണ്ണയാണ് അനുകമ്പ. എണ്ണ, സ്നേഹം എന്നുള്ള സംസ്കൃത വാക്കിന് എണ്ണ എന്നാണ് അർത്ഥം. നമ്മൾ യന്ത്രങ്ങളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഇട്ട് കൊടുക്കും. അപ്പോൾ എണ്ണയ്ക്ക് സംസ്കൃതത്തിലുള്ള വാക്ക് സ്നേഹം എന്നാണ്. അപ്പോൾ ആ ഒരു സ്നേഹം, അതിൻ്റെ മറ്റൊരു രൂപമായിരിക്കുന്ന അനുകമ്പ. അപ്പം അതുകൊണ്ട് അനുകമ്പ എന്നുള്ളത് ഗുരുവിനെ മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകകമാണ്, ഒരു ഉപാധിയാണ്, ഒരു സംവർഗമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഈ അനുകമ്പയെ ഗുരു പലതരത്തിൽ ജീവിതത്തിൽ പല കർമ്മ പദ്ധതികളിലൂടെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പല കൃതികളിലും അനുകമ്പ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ അനുകമ്പ ദശകം എന്നുള്ള ഒരു കൃതി തന്നെ എന്താണ്, 10 പദ്യങ്ങളാണ്. 5 പദ്യങ്ങളിൽ എന്താണ് അനുകമ്പ, അനുകമ്പയെ തിയറൈസ് ചെയ്തു. അനുകമ്പയെ തിയറൈസ് ചെയ്യുന്ന വേറൊരു മലയാള കൃതി ഉണ്ടോ അറിയില്ല. അനുകമ്പയെ തിയറൈസ് ചെയ്യുന്നു. പിന്നത്തെ 5 പദ്യങ്ങളിൽ ഈ ചരിത്രത്തിൽ ആരൊക്കെയാണ് ഈ അനുകമ്പയാണ്ടവൻ, അനുകമ്പയാർന്നുകൊണ്ട് ഈ ലോകത്തിനെ, സമൂഹത്തിനെ, ഓരോരുത്തരുടെയും ജീവിതത്തിനെ മുന്നോട്ട് നയിച്ചെന്നുള്ളതിനുള്ള കുറേ ഉദാഹരണങ്ങളും അദ്ദേഹം ഈ അനുകമ്പ ദശകത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ അനുകമ്പയെ പറ്റി മനസ്സിലാക്കുക. അപ്പോൾ ഗുരുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അറിയുക എന്നുള്ളതാണല്ലോ. നമുക്ക് ഈ പാലി ഭാഷയിൽ എഴുതിയ ബൗദ്ധ ദർശന ഗ്രന്ഥങ്ങളിൽ സുത്തപിടകം, ത്രിപിടകങ്ങളിൽ സുത്തപിടകത്തിൽ അനുകമ്പ സുത്തം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ അനുകമ്പ സുത്തത്തിൽ എന്താണ് അനുകമ്പ എന്ന് പണ്ട് ബുദ്ധൻ്റെ കാലത്ത് ബുദ്ധൻ്റെ ഉപദേശങ്ങൾ സമാഹരിച്ചതാണല്ലോ ത്രിപിടകങ്ങൾ. അപ്പോൾ അനുകമ്പ സുത്തത്തിൽ ചോദിക്കുന്നത്, ഒരു ബുദ്ധഭിക്ഷുവിന് അനുകമ്പയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് 5 കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറയും. അപ്പോൾ ബുദ്ധൻ 5 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. ശീലം, ബുദ്ധൻ ഉപദേശിക്കുന്ന ആ ശീലം ഉണ്ട്. ശീലം, അതുപോലെ ധർമ്മം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, ഭക്ഷണത്തിനെ വിലമതിക്കണം, പുണ്യം പകർന്നു നൽകണം, അതുപോലെ സാധാരണ ഉള്ള നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും പുണ്യം പകർന്നു നൽകണം. അങ്ങനെ 5 കാര്യങ്ങൾ ഈ അനുകമ്പ സുത്തത്തിൽ പറയും. അപ്പോൾ ആ ഒരു മാതൃകയിൽ നമുക്ക് ഗുരുവിൻ്റെ അനുകമ്പ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗുരുവിൻ്റെ അനുകമ്പയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഇൻക്ലൂസിവിറ്റി എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഉൾക്കൊള്ളലിൻ്റേതായ ഒരു തത്വശാസ്ത്രമുണ്ട്, പങ്കിടലിൻ്റേതായൊരു തത്വശാസ്ത്രമുണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് പല കൃതികളിലും, മുൻപുള്ള പല കൃതികളിലും നമ്മൾ ദാനം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം, അങ്ങനെ ദാനത്തിൻ്റെ മഹത്വമൊക്കെ പറയുന്ന പല കൃതികളുമുണ്ട്. നമ്മൾ ഈ നാരായണ ഗുരുവിൻ്റെ കൃതികളിൽ നോക്കുമ്പോൾ എവിടെയും ഒന്നും ഒരാൾക്ക് കൊടുക്കണം എന്നല്ല പറയുക. കാരണം കൊടുക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരാൾ ഒരു ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ, അത് അറിവായാലും പൈസയായാലും എന്തായാലും തന്നെ, അതില്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്ന, അതായത് മുകളിലും താഴെയുമായിട്ടായിരിക്കും കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിലുള്ള ബന്ധം. അപ്പം ഗുരുവിൻ്റെ കൃതികളിൽ കൊടുക്കണം എന്നല്ല പറയാ, പങ്കിടണം, പങ്കുവെക്കണം എന്നാണ് പറയുക. അപ്പം എൻ്റെ സുഖം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് പറയുമ്പോൾ എൻ്റെ സുഖം മറ്റൊരാളുടെ സുഖമായി മാറണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സുഖം മറ്റൊരാൾക്ക് കൊടുക്കുക എന്നല്ല പറയുന്നത്, ആ ഒരു സുഖം പങ്കുവെക്കുക, സുഖം എന്ന ഒരു സ്പേസ് പങ്കുവെക്കുക, അങ്ങനെ ഒരു ഇടത്തിൻ്റെ ഒരു പ്രാധാന്യം, പങ്കുവെക്കലിൻ്റെ ഒരു പ്രാധാന്യം, ഉൾക്കൊള്ളലിൻ്റെ ഒരു പ്രാധാന്യം, അതൊക്കെയും നമുക്ക് ഗുരുവിൻ്റെ കൃതികളിൽ ഓരോ സന്ദർഭത്തിലും, പല സന്ദർഭങ്ങളിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ഒരു അധികം സമയമില്ല എന്നറിയാം. ഒരു കാര്യം കൂടി പറയാം. ഈ ഗുരുവിൻ്റെ പ്രതിഷ്ഠകൾ നമുക്കറിയാം, 32ഓളം പ്രതിഷ്ഠകൾ ഗുരു നടത്തിയിട്ടുണ്ട്. അതിനെ ചൊല്ലിയൊക്കെ അന്ന് കേരളത്തിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാഗ്ഭടാനന്ദൻ കണ്ണൂരും പിന്നെ എൻ്റെ പാലക്കാടും ഒക്കെ താമസിച്ചിരുന്ന ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി അല്ലെങ്കിൽ വാഗ്ഭടാനന്ദൻ മുതലായ തത്വചിന്തകരൊക്കെ ഈ വിഗ്രഹാരാധനയെ എതിർത്തവരായിരുന്നു. അപ്പോൾ ഗുരു വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതൊക്കെ വലിയ വിവാദങ്ങൾ. ഈ വിഗ്രഹ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സമൂഹത്തിനെ മുന്നോട്ട് നടത്തലാണ്, അല്ലെങ്കിൽ സ്വന്തം ആദർശത്തിൽ വെള്ളം ചേർക്കലാണ് എന്നുള്ള തരത്തിൽ പല വിവാദങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ ഗുരു എന്താ ചെയ്തത്? ഗുരു വിഗ്രഹ പ്രതിഷ്ഠയെ വളരെ ഭാവനാപൂർണമായിട്ട്, വളരെ ഭാവനയോട് കൂടിയിട്ടാണ് ചെയ്തത്. അതല്ലാതെ ഒരു വിഗ്രഹം, ഒരു മൂർത്തി പ്രതിഷ്ഠിച്ചു, ഒരു സ്തോത്രം എഴുതി അങ്ങനെ അതിൽ അവസാനിക്കുന്നതല്ല. ഇപ്പം 32ഓളം പ്രതിഷ്ഠകൾ നടത്തി. അതിൽ ചിലതൊക്കെ നമുക്കറിയാം. കണ്ണാടി പ്രതിഷ്ഠ, കണ്ണാടിയിൽ ഓം എന്നെഴുതിയിട്ട് ഉള്ള ഒരു പ്രതിഷ്ഠയുണ്ട്. അതുപോലെ ഒരു ലോഹത്തകിടിൽ സത്യം, ധർമ്മം, ദയാ, ശാന്തി എന്നെഴുതിയിട്ടുള്ള ഒരു പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ പല തരത്തിൽ പ്രതിരൂപാത്മകമായിട്ട് ഉള്ള പ്രതിഷ്ഠകൾ. അതുപോലെ അരുവിപ്പുറത്തെ ആദ്യത്തെ പ്രതിഷ്ഠയായിരിക്കും 1888 അരുവിപ്പുറത്ത് ശിവനെ ഒരു കല്ലെടുത്ത് നെയ്യാർ പുഴയിൽ മുങ്ങിയിട്ട് ഒരു കല്ലെടുത്തിട്ട് അവിടെ പ്രതിഷ്ഠിച്ചിട്ട് ഇത് നമ്മുടെ ശിവനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ആ പാറപ്പുറത്ത് എഴുതി വെക്കുമ്പോൾ എന്തൊരു മാജിക്കാണ്. ആ പാറപ്പുറം വേറൊരു സ്ഥലമായി മാറുകയാണ്. എങ്ങനെയാണ് ആ 4 വരിയിൽ നിന്ന് വേറൊരു സ്ഥലമായിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ് ആ പാറ. ഏതുമില്ലാതെ സർവർ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇത് എന്ന് പറയാൻ ഉള്ള ഗുരു കാണിച്ച ആത്മവിശ്വാസം അത് 2 തരത്തിലാണ്. അതിൻ്റെ പ്രാധാന്യം ഒന്ന്, അതൊരു അസേർഷൻ ഓഫ് ഐഡൻറ്റിറ്റി, അതൊരു സ്വത്വ പ്രഖ്യാപനം കൂടിയാണ്. ഇത് ഞങ്ങളുടെ ശിവനാണ്, ഈ ശിവൻ സ്ഥാപിക്കപ്പെട്ട സ്ഥലം, പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലം, ഇതൊരു ഈ രീതിയിൽ എല്ലാവരും വാഴുന്ന മാതൃകാസ്ഥാനമാണ് എന്നുള്ള ഒരു അസേർഷൻ്റെ സ്ഥലം കൂടിയാണ്. അതേപോലെ അതൊരു ഉൾക്കൊള്ളലിൻ്റെ സ്ഥലം കൂടിയാണ്. അങ്ങനെ രണ്ടും അവിടെയുണ്ട്. അപ്പം അതിൽ ഈ സോദരത്വേന എന്നുള്ള വാക്കൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ സോദരം, ഞാനൊരു സംസ്കൃത അധ്യാപിക ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു ദാർശനികമായി ചിന്തിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ്. സോദരത്വം സാധാരണ അതിൻ്റെ ഒരു പ്രാഥമികമായ അതിൻ്റെ ഒരു ഡിക്ഷണറി മീനിങ്ങിൽ നിന്ന് നമ്മൾ ഒരു ബ്രദർഹുഡ് അല്ലെങ്കിൽ ഒരു സിസ്റ്റർഹുഡ്, അങ്ങനെ ആ രീതിയിൽ സോദരത്വം എന്നുള്ള ഒരു അർത്ഥത്തിൽ എടുക്കുന്നു. വാസ്തവത്തിൽ സോദരൻ എന്നുള്ള അല്ലെങ്കിൽ സോദരത്വം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? സമാനമായ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവരെയൊക്കെയാണ് നമ്മൾ സോദരത്വം ഉണ്ടെന്ന് പറയാം. സമാനമായ ഉദരത്തിൽ നിന്ന് പുറത്തു വരിക. അവിടെ ഉദരം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സോഴ്സാണ്, ഉത്പത്തി സ്ഥാനമാണ്. അപ്പം സമാനമായ ഒരു സമാനമായ ഒരു ഉറവിടത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന, രൂപം പ്രാപിച്ചു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരേ ഉറവിടം, ഒന്നാണ് നമ്മുടെ എല്ലാവരും ഉണ്ടായതിൻ്റെ ഒരു ഉറവിടം. അങ്ങനെ സോദരത്വം എന്നുള്ളതിന് വളരെ പ്രാഥമികമായ, വളരെ വ്യാവഹാരികമായ, വളരെ പ്രായോഗികമായൊരർത്ഥമുണ്ട്. അതേസമയം വളരെ ദാർശനികമായിരിക്കുന്ന ഒരു അർത്ഥവുമുണ്ട്. അപ്പം അങ്ങനെ ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളും പല തരത്തിൽ ചിന്തിക്കുന്നവരെ, പല തലത്തിൽ ചിന്തിക്കുന്നവരെ ഒരേപോലെ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ അനുകമ്പ ദശകത്തിൽ ഈ അവസാനത്തെ 5 പദ്യങ്ങളിൽ ഒരു തമിഴ് സിദ്ധനെ പറ്റി പറയും. ഔദരമാം നോവു കെടുത്ത സിദ്ധനോ എന്ന് പറയും. പാട്ടുപാടിയിട്ട് വയറുവേദന വന്നു. അപ്പോൾ ഭക്തി ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് വയറുവേദന മാറ്റി. അവിടെ ഔദരമാം നോവ്, ഉദരത്തിനെ പറ്റിയുള്ള നോവാണ്. അതിന് ദാർശനികമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ സ്വന്തം ഉറവിടത്തിനെ പറ്റിയുള്ള നോവാണ്. അപ്പോൾ ഔദരമായ നോവിന് ഈശ്വരനെ സ്തുതിച്ച് അദ്ദേഹം മുക്തി നേടി. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഔദരമാം നോവിനുള്ള മരുന്ന് എന്താണ്? സോദരത്വമാണ് ഔദരമാം നോവിനുള്ള മരുന്ന്. അതായത് സ്വന്തം ഉറവിടത്തിനെ പറ്റിയുള്ളൊരു ആശയ കാലുഷ്യം. അതിനും മരുന്ന് എന്താണ്? എല്ലാവരും ഒരേ ഉറവിടത്തിൽ നിന്ന് രൂപം കൊണ്ടവരാണ്, പുറപ്പെട്ട് ഉണ്ടായി വന്നവരാണ് എന്നുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ചിന്ത.
ഇതൊക്കെ ഒരു അനുകമ്പയുടെ ആവിഷ്കാരങ്ങളാണെന്ന് പറയാം. ഈ ഒരു ഉൾക്കൊള്ളലിൻ്റെ തത്വം, ഈ ഒരു എന്താ പറയുക, ഈ ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുക, അതേപോലെ എല്ലാവരെയും മനസ്സിലാക്കുക, ഈ വൈവിധ്യത്തിനെ അംഗീകരിക്കുക, ഇതെല്ലാം ഗുരുവിൻ്റെ ഈ അനുകമ്പയുടെ പലതരം ആവിഷ്കാരങ്ങളായിട്ട് പറയാം. സമയമുണ്ടോ? കുറച്ചുകൂടി പറയണോ? 5 മിനിറ്റ് കൂടി പറയാമോ? ആയിക്കോട്ടെ. ഇനി എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ചർച്ചയുടെ ഭാഗമായിട്ട് പറയാം. ഗുരുവിൻ്റെ ദർശനങ്ങൾ പടിപടിയായുള്ള ഒരു വളർച്ചയാണ്. ആദ്യം മുതലേ ഒരേ ചിന്തയിൽ വന്ന് ഒരൊറ്റ ടോപ്പിൽ വന്നങ്ങ് നിൽക്കുക, അങ്ങനെ ടോപ്പിൽ നിന്ന് തുടങ്ങി പോയ ഒരാളല്ല, മറിച്ച് ടോപ്പിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ്. ഈ അനുകമ്പയുടെ തന്നെ അനുകമ്പയിലേക്ക് എത്തുമ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഗുരു പറഞ്ഞിരുന്ന ആ വാക്യത്തെ മനുഷ്യനെ എന്ന് ചേർത്തിട്ട് ഒരു മുദ്രാവാക്യം പോലെ ആക്കി തീർക്കുന്ന സമയത്ത് അത് മനുഷ്യന് മാത്രമായി തീരുന്നു. പക്ഷെ മനുഷ്യൻ മാത്രമല്ല, അതിൽ മറ്റു ജീവജാലങ്ങൾ കൂടി ഉൾപ്പെടും എന്ന് ഗുരുവിന് പറയണമായിരുന്നു. അപ്പോൾ പീഡ ഒരു ഉറുമ്പിന് പോലും വരുത്തല്ലേ എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു അനുകമ്പയുടെ തലത്തിലേക്ക് ഗുരു ഉയരുന്നുണ്ട്. അനുകമ്പയെക്കുറിച്ച് തന്നെ, അനുകമ്പ ദശകത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് വിനോദ് ചന്ദ്രൻ സാർ അതിനെ കൂടുതൽ വിശദീകരിക്കും. അതിരുകൾക്കപ്പുറം എന്ന ആശയത്തെ മുൻനിർത്തി നടത്തുന്ന ഈ ലിറ്റററി ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ അതിരുകളെയും തകർത്ത നാരായണ ഗുരുവിൻ്റെ ചിന്തയെപ്പറ്റി, പ്രത്യേകിച്ച് നാരായണ ഗുരുവിൻ്റെ ചിന്തയുടെ കൾമിനേഷൻ എന്ന് ഞാൻ കരുതുന്ന അനുകമ്പയെ പറ്റിയുള്ള ഒരു ചർച്ചയായിട്ടിത് മാറുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സുഹൃത്തായ പ്രൊഫസർ മുത്തുലക്ഷ്മി ഇവിടെ അനുകമ്പ ദശകത്തിനെ പറ്റിയുള്ള ഒരു ഇൻട്രഡക്ടറി, അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു. അനുകമ്പ ദശകത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, നാരായണ ഗുരുവിൻ്റെ ചിന്തയിലെ ഒരു വിപ്ലവകരമായ മാറ്റത്തെ, അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ തന്നെ ചിന്തയിൽ നടക്കുന്ന ഒരു വലിയ മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു സങ്കല്പമാണ് അനുകമ്പ സങ്കല്പം. അത്തരമൊരു കവിതയാണ് അനുകമ്പ ദശകം എന്ന് പറയുന്നത്. അത് ആ അർത്ഥത്തിൽ അത് വേണ്ട പോലെ മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ പ്രൊഫസർ സൂചിപ്പിച്ച പോലെ അനുകമ്പ ദശകം ഈ മനുഷ്യവംശത്തിൻ്റെ ചിന്തയിൽ നിന്ന്, അല്ലെങ്കിൽ മാനുഷികമായ അതിരുകളെയും ഭേദിച്ചുകൊണ്ട് സർവ്വജീവികളുടെയും സാഹോദര്യം എന്ന സങ്കല്പത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കവിതയാണ് ഈ അനുകമ്പ ദശകം എന്ന് പറയുന്ന കവിത. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൂടെ പാശ്ചാത്യ ആധുനികതയിൽ നിന്ന് നമുക്ക് കിട്ടിയ മാനവിക കേന്ദ്രമായ ഒരു ദർശനത്തെ പൂർണ്ണമായും ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ചിന്തയെ വെറും മാനവികമായിട്ടുള്ള പരിധികൾക്കുള്ളിൽ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ കാലഘട്ടത്തിൽ തന്നെ സർവജീവി, ഒരു ജീവി എന്നുള്ള സങ്കല്പത്തിലേക്ക്, മനുഷ്യവംശം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറിക്കൊണ്ട് സർവജീവികളെയും, അതായത് ആ അതിരുകൾ, മാനവികതയുടെ അതിരുകൾ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു പുതിയ ജീവി കേന്ദ്രിതമായിട്ടുള്ളൊരു ചിന്തയാണ്. എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള അട്ടിമറികൾ ഇതിൽ നടക്കുന്നുണ്ട്. ഒന്ന്, അനുകമ്പ എന്ന് പറയുന്ന ഈ അറിവിൻ്റെ ദർശനത്തെപ്പറ്റിയും അദ്വൈതത്തെപ്പറ്റിയും ഒക്കെയുള്ള പലതരത്തിലുള്ള യുക്തികളും പലതരത്തിലുള്ള വിശകലനങ്ങളും ഈ നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം മുതലുള്ള കൃതികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിൽ നിന്ന് പോയിട്ട് അനുകമ്പ എന്ന് പറയുന്ന ഒരു അഫക്റ്റ്, ഒരു ആശയത്തിൽ നിന്നും ഒരു അഫക്റ്റിലേക്ക്,
ഒരു അഫക്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിന്തിക്കുന്നത് ഈ അനുകമ്പാ ദശകത്തിലാണ്. അഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവശക്തി എന്ന് വേണമെങ്കിൽ പറയാം. അത് പൂർണ്ണമായിട്ടും മലയാളത്തിൽ അത് ആ വാക്ക് പര്യാപ്തമല്ല. അഫക്റ്റിവിറ്റിയാണ്. ഇപ്പം അനുകമ്പ എന്നുള്ള വാക്കിനെ പറ്റി അനുകമ്പനം എന്ന് പറയാറുണ്ട്. അനുകമ്പനം എന്നുള്ള ഒരു പിന്നെ വാക്കിൽ നിന്നാണ് അത് സങ്കല്പത്തിൽ നിന്നാണ് അത് ഉത്ഭൂതമാകുന്നത്. അപ്പം ഇവിടെ അഫക്റ്റിവിറ്റിയാണ്. ശരി, യഥാർത്ഥത്തിൽ അത് അഫക്റ്റിവിറ്റിയാണ്. അപ്പോൾ ആശയത്തിൻ്റെയും യുക്തിയുടെയും തലങ്ങളിൽ നിന്നുകൊണ്ട് അഫക്റ്റിവിറ്റിയുടെ തലത്തിലേക്കുള്ള ഒരു വലിയ മാറ്റം നടക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അലിവിൻ്റെ അതിലൊരു പ്രധാനപ്പെട്ട അഗ്രസീവായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഗുരു നടത്തുന്നുണ്ട്. അരുളുള്ളവനാണ് ജീവി. അതൊരു നവാക്ഷരിയാണ്. ഈ നവാക്ഷരി നിങ്ങൾ ഉരുവിടുക എന്ന ആ പദ്യത്തിൽ പറയുന്നുണ്ട്. നവാക്ഷരി ഒരു നവമന്ത്രമാണ്. എന്താണ്? അരുളുള്ളവൻ മാത്രമാണ് ജീവി. അരുളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപ്, കൃപ, അനുകമ്പ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള, ഇതെല്ലാം ഒരേ അർത്ഥമാണുള്ളത് എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അപ്പം അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്ന സമയത്ത് മനുഷ്യൻ ആരാണെന്നുള്ളതിനേക്കാൾ മനുഷ്യജീവിയാവണമെങ്കിൽ അരുളുണ്ടാവണം, അല്ലെങ്കിൽ അവൻ മനുഷ്യജീവിയല്ല എന്നുള്ള വളരെ അഗ്രസീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അരുളില്ലാത്തവൻ എന്താണ്? വെറും അസ്ഥിയും തോലും, അസ്ഥി, തോല്, സിരകളും അടങ്ങുന്ന നാറുന്ന ഒരു ഉടുമ്പ് മാത്രമാണ്. കരുണയില്ലാത്തവൻ ജീവിയല്ല എന്നുള്ള വളരെ, അതായത് ഈ കാലഘട്ടത്തിൽ, വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കാലത്തെയും ഭരിക്കുന്നത് അരുളില്ലാത്ത ഉടുമ്പ് പോലെ, നാറുന്ന ഉടുമ്പോടുകൂടിയുള്ള അധികാരത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ മുഴുവനും കാണുന്നത്. അവർ മനുഷ്യജീവി അല്ലെങ്കിൽ ജീവി എന്ന വാക്കിന് അവർ അർഹരല്ല എന്നുള്ള ഒരു വലിയ സാംസ്കാരികമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു വിമർശനം ഗുരു ഇതിൽ നടത്തുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഗുരു എത്തുന്നതിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ജാതി നിർണയം പിന്നെ തുടങ്ങിയ കൃതികളിൽ ജാതി വിചാരം, ജാതി നിർണയം എന്നീ കൃതികളിൽ മനുഷ്യ ശരീരത്തിൻ്റെ ലക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ ഒന്നാണ് എന്ന് ഗുരു പറയുന്നത്. പക്ഷെ പിന്നീട് ഗുരു തന്നെ തമാശയ്ക്ക് പറയുന്നുണ്ട്, മൃഗത്തിന് പോലും സ്വന്തം ജാതിയെ തിരിച്ചറിയാൻ പറ്റും, പക്ഷെ മനുഷ്യനൊരിക്കലും സ്വന്തം ജാതിയെ തിരിച്ചറിയാൻ പറ്റില്ല. ഈ ചിന്തയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഗുരു ഈ മനുഷ്യൻ എന്നുള്ള ആ കൺസെപ്റ്റ് വിട്ടിട്ട് ജീവി എന്നുള്ളൊരു ഡെഫിനിഷനിലേക്ക്, അരുളുള്ളവനാണ് ജീവി. അപ്പം ശാരീരികമായ ലക്ഷണത്തിൽ നിന്ന്, അതായത് പുണരുകയും പ്രസവിക്കുകയും ചെയ്യുന്നതാണ്, അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഒന്നാണെന്നാണ് ജാതി നിർണയത്തിൽ പറയുന്നത്. പക്ഷേ അരുളുള്ളവരാണ് ജീവി എന്ന് പറയുകയാണ്. എന്ന് മാത്രമല്ല, ഈ കവിതയിലേക്ക് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കും തോറും വളരെ വിപ്ലവകരമായിട്ടുള്ള ചില ആശയങ്ങളിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ട്. അത് പ്രധാനമായിട്ടും രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും അധികാരത്തിൽ വിലസുന്ന പുരുഷന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് ഡിഫറൻ്റായിട്ട് അനുകമ്പയാണ്ടവരുടെ ചരിത്രം, അനുകമ്പയാണ്ടവരുടെ ഒരു ചരിത്രം, ഒരു ജീനിയോളജി, ഒരു അതിചരിത്രം അദ്ദേഹം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഈ കൃതിയിൽ. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട്, അരുളുള്ളവൻ, അനുകമ്പയുള്ളവന് മരണമില്ല, മരിച്ചു കഴിഞ്ഞാലും അവൻ കീർത്തിയുടെ ശരീരം ധരിക്കും എന്ന്. ഇത് തന്നെ അറിവിനെ പറ്റി പറയുമ്പം ഗുരു പറയുന്നുണ്ട്, വെളിവുരു, ഈ അറിവിനെ പറ്റി ധ്യാനിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞാലും ഒരു പ്രകാശകായമായിട്ട് അയാൾ മാറും. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഹിസ്റ്റോറിക്കലായിട്ട് ഗുരു പറയുന്നത് കീർത്തിയുടെ ശരീരമണിയും എന്നുള്ളതാണ്. അങ്ങനെ കീർത്തിയുടെ ശരീരമണിഞ്ഞ അനുകമ്പയാണ്ടവരെ ലോകചരിത്രത്തിൻ്റെ പല ദേശങ്ങളിലും പല കാലങ്ങളിലും പല മതങ്ങളിലും പല വിശ്വാസങ്ങളിലും പെട്ടുള്ള ആൾക്കാരെ
മുറിച്ച് കടന്നുകൊണ്ട് അദ്ദേഹം ഒരു ജീനിയോളജി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കൃഷ്ണൻ വരുന്നുണ്ട്, അതിൽ പിന്നെ ബുദ്ധൻ വരുന്നുണ്ട്, അതിൽ യേശുക്രിസ്തു വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഹൈന്ദവമായ ഒരു ഇതിൽ ഒതുങ്ങുന്നതല്ല. അതിൽ മാണിക്യ വാചികർ വരുന്നുണ്ട്, തിരുജ്ഞാന സംബന്ധർ, പറഞ്ഞ പോലെ തിരുജ്ഞാന സംബന്ധർ വരുന്നുണ്ട്, അപ്പർ വരുന്നുണ്ട്. അതുപോലെ കാമധേനു, മനുഷ്യനല്ലാത്ത കാമധേനു എന്ന് പറയുന്ന പശു ചോദിച്ചതെല്ലാം നൽകുന്ന അനുകമ്പയുടെ പ്രതീകമായിട്ട് പറയുന്നതാണ്. അതുപോലെ കൽപ്പവൃക്ഷം, ഇപ്പം നമുക്കറിയാലോ, നമ്മളുടെ ഈ വൃക്ഷമാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള അനുകമ്പ, നമ്മൾക്ക് പലതും ദാനം ചെയ്യുന്നത്. അപ്പം കൽപ്പവൃക്ഷം, ഇങ്ങനെ അനുകമ്പയാണ്ട ആൾക്കാരുടെ ഒരു ചരിത്രം, ഒരു കൗണ്ടർ ഹിസ്റ്ററി, ഒരു കൗണ്ടർ സബ്ജക്റ്റിവിറ്റി അവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കർത്തൃത്വത്തെ ഈ നവോത്ഥാനത്തിൻ്റെ ചിന്തയുടെ ഹൃദയത്തിൽ അനുകമ്പയെ പ്രതിഷ്ഠിക്കുകയാണ് നാരായണ ഗുരു ഇതുവഴി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നവോത്ഥാനത്തിൻ്റെ ഗുരുനേരം എന്ന് പറയുന്നത് അനുകമ്പയുടെ നേരമാണ്. അനുകമ്പ എന്ന് പറയുന്നതും അരുളെന്ന് പറയുന്നതും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. അൻപ് എന്ന് പറയുന്നതും ഒരേ വാക്ക് തന്നെയാണെങ്കിലും അത് 3 തരത്തിലുള്ള തലങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന്, ആത്യന്തികവുമായിട്ടുള്ള നമ്മുടെ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അരുൾ നിലകൊള്ളുന്നത്. അതായത് ഏതോ ഒരു ശക്തിയുടെ കൃപ ആണ് നമ്മളെ സന്തോഷിപ്പിക്കുകയും നമ്മളെ ചിരിപ്പിക്കുകയും നമ്മളിൽ പുഞ്ചിരിയായി വരുന്നതും നമ്മളിൽ ആഹ്ലാദമായിട്ട് വരികയും ജീവിതം ആഹ്ലാദകരമാണെന്ന് നമുക്ക് അനുഭവപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു വലിയ അരുളാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന് അതിനാണ് അൻപ്, ദയ, നമ്മളുടെ തന്നെ അടുത്തുള്ള ആൾക്കാരോടുള്ള അന്യോന്യം ബന്ധപ്പെട്ടുള്ളത്. പക്ഷെ അനുകമ്പ എന്ന് പറയുമ്പം ഒരു പീഡയെ റുമ്പിനും വരുത്താതെ എന്നാണ് പറയുന്നത്. എറുമ്പിനെപ്പോലും, അതായത് വളരെ അല്പജീവിയായിട്ടുള്ള ആരും പരിഗണിക്കാത്ത ഒരു ജീവിയോടുള്ള അനുകമ്പയാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ, പൗരുഷത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ ധാർമ്മികത്വത്തെ നിർണയിക്കുന്നത് എന്ന് ഗുരു അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് ലോകത്തിൽ ഇപ്പോൾ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. കാരണം ഉറുമ്പിൻ്റെ പോലും സ്റ്റാറ്റസ് ഇല്ലാതെ മനുഷ്യവംശത്തിൽ ജീവികളുടെ സ്റ്റാറ്റസിലുള്ള നിരവധി മനുഷ്യവിഭാഗങ്ങളുണ്ട്. അങ്ങനെ വെറുപ്പിൻ്റെയും പേടിയുടെയും ഒരു രാഷ്ട്രീയമാണ് നമുക്ക് ചുറ്റും. അത് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ലോകത്തിലെങ്ങും അങ്ങനെ വെറുപ്പിൻ്റെ വക്താക്കളായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ചുറ്റും കാണുന്നത്. അതുപോലെ വംശഹത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മുതലാളിത്തത്തെ, ഒരു ദുരന്ത മുതലാളിത്തത്തെയാണ് നമ്മൾ ലോകത്തിൽ ഇന്ന് കാണുന്നത്. അതുപോലെ ലോകത്തിൻ്റെ മുഴുവൻ ധനത്തെയും പരിസ്ഥിതിയെയും തകർത്തുകൊണ്ട് മനുഷ്യവംശത്തെയല്ല ലോകവംശത്തിൻ്റെ നാശത്തിലേക്ക് പോകുന്ന ഒരു അധികാരി വർഗത്തെയാണ് നമ്മൾ ലോകത്തെങ്ങും കാണുന്നത്. ഇതിന് പ്രതിരോധമായിട്ട് നിലനിൽക്കുന്ന മറ്റൊരു കർത്തൃത്വത്തെ ഇവിടെ നിർമ്മിക്കുകയാണ് അനുകമ്പയുടെ അടിസ്ഥാനത്തിൽ. അല്ലെങ്കിൽ മറ്റൊരു ഏറ്റവും വെറുക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പരിഗണിക്കപ്പെടാത്തവരെ പോലും നമ്മൾ അവർക്ക് പീഡ വരുത്തരുതെന്ന കരുതൽ കാണിക്കുന്ന കൃപാലുക്കൾ, അനുകമ്പാലുക്കളെ പറ്റിയുള്ള അവരുടെ ഒരു കൗണ്ടർ സബ്ജക്റ്റിവിറ്റി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നാരായണ ഗുരുവിൻ്റെ ചിന്ത ഇന്നലെയുടെയോ നവോത്ഥാനത്തിൻ്റെ ഇന്നലകളെയല്ല, ലോകത്തിൻ്റെ ഭാവിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു ചിന്താധാരയായിട്ട് വേണം കണക്കാക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ നൈതികമായിട്ടുള്ള ഒരു ഉന്മുഖത്വത്തിലേക്ക് നവോത്ഥാനത്തെയും കേരളീയ മനുഷ്യനെയും കൊണ്ടുവരുന്ന ഒരു ഗുരുനേരമാണ് യഥാർത്ഥത്തിൽ അനുകമ്പ ദശകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഞാനതുമായിട്ട് ഇത് ചെയ്യാം. സാർ കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്.
മഹേഷ് ബാബു സാറാണ് ഇനി സംസാരിക്കുന്നത്. സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ 2 സിനിമകൾ ചെയ്തിട്ടുണ്ട് സാറ്. അനുരക്തി, നമോ എന്നിങ്ങനെ 2 സിനിമകൾ. അനുരക്തി നമുക്ക് യൂട്യൂബിൽ കാണാം. സംസ്കൃതമാണെങ്കിലും നമുക്ക് അത്യാവശ്യം കേട്ടാലും കണ്ടാലും മനസ്സിലാവും എന്നാണ് സാർ പറഞ്ഞത്. സാറ് വേദാന്തം, നാരായണ ഗുരുവിൻ്റെ അദ്വൈത വേദാന്തത്തെക്കുറിച്ച് ആ ഒരു വഴിക്ക് കുറച്ച് സംസാരിക്കും. നമസ്കാരം. ഇവിടെ തീർച്ചയായിട്ടും ഗുരു വളരെ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെയൊരു സംവാദവും വിഷയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അത് വളരെ മനോഹരമായി തോന്നുന്നു. എന്തെന്നാൽ ഞാൻ ഗുരുവിനെ വായിക്കാൻ ശ്രദ്ധിക്കാനിടയായ ഒരു കഥ കേട്ടപ്പോഴാണ്. ഒരിക്കൽ ആശ്രമത്തിൽ നിന്നും വിശന്ന ഒരാൾ ഒരു വാഴക്കുല മോഷ്ടിച്ചു. അതെല്ലാവരും കൂടി പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച് ശിക്ഷ വിധിച്ച് അന്ന് ചാട്ടവാറുകൊണ്ടടിയാണ്. ഈ സമയത്താണ് ഗുരുദേവൻ അങ്ങോട്ട് കടന്നു വരുന്നത്. ആ ശിക്ഷ വിധിച്ച് നടപ്പാക്കാൻ വെച്ചിട്ടുള്ള ദിവസം അവിടെ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന കേൾക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാരുണ്യം എത്ര ആഴത്തിലേക്ക് പോയിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞത്, വിശന്നു വലഞ്ഞ ഒരാളുടെ കരച്ചിൽ കലർന്ന ഈ വായു ഞാൻ ശ്വസിക്കില്ല എന്നാണ് പറഞ്ഞത്. ഏതൊക്കെ രീതിയിൽ അതിനോട് പ്രതികരിക്കാമായിരുന്നു, അതൊന്നുമല്ല അദ്ദേഹം ചെയ്തത്. കാരുണ്യം എന്ന് പറയുന്നത്, അനുകമ്പ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിച്ചെത്താൻ പറ്റില്ലാത്തത്ര ആഴത്തിലേക്ക് സഞ്ചരിച്ചെത്താൻ പറ്റുന്ന ഒന്നാണെന്ന് ആ ഒരു വാചകത്തിൽ ഗുരു അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തെ മുഴുവൻ വായിച്ചെത്തുകയോ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം എത്തുകയോ ഒന്നും ഒരു പക്ഷെ നമുക്ക് സാധ്യമല്ലെങ്കിലും ഇതുപോലെ അദ്ദേഹം ഉതിർത്തിട്ട തൂവലുകളുണ്ട്. ആ തൂവലുകളിൽ അതിനെ എടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോൾ അതിൽ പതിഞ്ഞിരിക്കുന്ന ആ മുദ്ര അങ്ങോട്ട് പോകുമ്പോഴാണ് അതിരുകളില്ല. അദ്ദേഹം ഒരിക്കലും ഒരതിരിനെയും കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്വൈതം എന്ന് പറയുമ്പോൾ അതിനെ ഒരു ടെക്നിക്കൽ ടേമായിട്ട് എടുക്കാതെ നോക്കിയാൽ ഞാനില്ല, നീയില്ല, സുഖമില്ല, ദുഃഖമില്ല, ശത്രുവില്ല, മിത്രമില്ല. ഇതിൽ കൂടുതൽ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഒരാൾക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? ആ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്ന് കയറി അതിൻ്റെ സൗരഭ്യത്തിലേക്ക് ഒരു നാടിനെ മുഴുവൻ ചേർത്ത് നിർത്തിയ, ശരിക്കും ഇപ്പോഴും നമ്മുടെ സമൂഹം വേണ്ട രീതിയിൽ ഗുരുവിനെ വായിച്ചിട്ടുണ്ടോ, ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് പലപ്പോഴും സംശയം തോന്നും. വേദാന്തത്തിൻ്റെ അല്ലെങ്കിൽ ആ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു വഴിയിൽ കൂടി പോകുമ്പോൾ ഒരു കാലത്ത് ശങ്കരൻ അദ്വൈതത്തെ ഇവിടെ പറഞ്ഞു വച്ചു. തുടർന്ന് കുറേ കാലഘട്ടത്തിന് ശേഷം ആ അദ്വൈതത്തെ അതൊരു പ്രായോഗിക വേദാന്തമാണ് എന്ന് വിവേകാനന്ദ ദർശനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പ്രായോഗിക വേദാന്തത്തെ നമ്മുടെ പരിസരത്ത് അപ്ലൈ ചെയ്തു അതിനെ നടപ്പിലാക്കിയ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അത് ഒരിക്കൽ പോലും ആരോടും മുഷിവ് കാണിക്കുകയോ ദേഷ്യപ്പെടുകയോ അല്ലെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഇത്രയും വലിയ ഒരു മാറ്റം ഇവിടെ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള ഒരു ചിന്ത, ആ ഒരു മാറ്റം ഇങ്ങ് കൊണ്ടുവന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തോന്നുമ്പോൾ ഇപ്പോഴും നമുക്ക് ആശ്ചര്യപ്പെടാൻ പറ്റും. ശബ്ദകോലാഹലങ്ങളിലൂടെ ആയിരുന്നില്ല, വാദപ്രതിവാദങ്ങളിലൂടെ പോലും ആയിരുന്നില്ല, അങ്ങ് നടപ്പിലാക്കി പോവുകയാണ്. ശരിക്കും ഗുരു എന്ന് പറയുന്ന ഒരു ഭാവനയുടെ മാക്സിമത്തിൽ തന്നെയാണ് അത് പോകുന്നത്. എന്താണ് എൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്ന്
നോക്കി അതിലേക്ക് അവരെ കൊണ്ടുവരികയാണ് അല്ലേ. ആദ്യം ഭക്തിയുടെ ആദ്യകാല കൃതി, ആദ്യം എഴുതിയിട്ടുള്ള കൃതികൾ മുഴുവൻ ഭക്തിയിൽ അങ്ങ് വിലയം ചെയ്തു നിൽക്കുകയാണ്. ആ സമൂഹത്തെ ഭക്തിയോഗത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് തന്നെയാണ് അദ്ദേഹം അവധൂതന്റെ ഒരു കാലഘട്ടം. ചട്ടമ്പിസ്വാമികളുടെ ഒക്കെ ഒപ്പം ധാരാളം സഞ്ചരിച്ചിരുന്ന, കേരളവും കേരളത്തിന്റെ പുറത്തേക്കും നിരന്തരം സഞ്ചരിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ നടന്നിരുന്ന ഒരു അവധൂത കാലഘട്ടം, അതിൽ കാണാതെ പോയ നാളുകൾ അല്ലേ. ആ സമയമൊക്കെ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്ന ആ മണിക്കൂറുകളോളം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് അശ്രുധാര പ്രവഹിക്കുകയായിരുന്നു. അപ്പൊ ആ ഉള്ള് തൻ്റെ സമൂഹത്തിനു വേണ്ടി എത്ര ആർദ്രമായി തീർന്നിട്ടുണ്ടെന്ന് ആലോചിക്കാൻ സാധിക്കും. അതൊരിക്കൽ പോലും അണുവിടമാറാതെ അങ്ങനെ തന്നെ ആ ധാരാപ്രവാഹം എന്നും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഉള്ളിൽ അത്ര കാരുണ്യത്തോടു കൂടി തന്നെ സഞ്ചരിച്ച് പോയതുകൊണ്ടാകാം അവിടെ നിന്നും രാജയോഗത്തിൻ്റെതായ അദ്വൈതത്തിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ കടന്നു വരുമ്പോൾ, ഫിലോസഫിക്കൽ വരുമ്പോൾ പിന്നീട് ഒരു രാജയോഗം. അദ്ദേഹം തപം ചെയ്യുകയാണ്, തപിക്കുക, ദുഃഖിക്കുകയാണ്. തൻ്റെ ചുറ്റും നിൽക്കുന്ന ഈ വ്യവസ്ഥിതിയിൽ വന്നു ചേർന്നിട്ടുള്ള അന്ധം അല്ലെങ്കിൽ അനാചാരങ്ങൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള എല്ലാത്തിനോടും ആ ദുഃഖത്തിൽ നിന്നു പോവുകയല്ല, അതിൽ കുടുങ്ങിപ്പോവുകയല്ല ചെയ്തത്. ഇതിൽ നിന്നും അദ്ദേഹം കർമ്മയോഗത്തിലേക്ക് തന്നെ നടന്നു കയറി. അദ്ദേഹത്തിന്റെ കൃതികളും അങ്ങനെ തന്നെയാണ് വരുന്നത്. ആദ്യം ആ ഭക്തിയുടെ ആ കൃതികളിൽ നിന്നും പിന്നീട് അതിനെ എങ്ങനെയാണ് ആ ഭക്തിയിൽ നിന്നും അടുത്ത തലത്തിലേക്ക് മനുഷ്യൻ എങ്ങനെ സഞ്ചരിക്കാമെന്ന് കൃത്യമായി കൂടെ കൊണ്ടുവരികയാണ് നമ്മളെ. അവിടെ നിന്നും അല്ലെ, ഒരിക്കൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇനി ക്ഷേത്രങ്ങളില്ല, ഇനി വേണ്ടത് വിദ്യാലയങ്ങളാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്തിനാ? തൻ്റെ ചുറ്റുമുള്ളവരെ ഉയർത്തി ആ ഒരു സമൂഹത്തെ എത്തിക്കുക. അവിടെ എത്തിക്കഴിയുമ്പോൾ മനുഷ്യൻ വീണ്ടും മുമ്പോട്ട് തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. പിന്നീട് അതൊരു ജ്ഞാനയോഗത്തിൻ്റെ ആ ഒരു ഗുരുവിനെ നമ്മൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ ജ്ഞാനയോഗത്തിൻ്റെ ഒരു തലത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഗുരുവിനെ മാത്രം വായിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ വളരെ ഉപരിപ്ലവ ആയി പോകും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആഴമില്ലാതെയായിരിക്കാം നാം ആ കാര്യങ്ങളെ കാണുക എന്ന് തോന്നാറുണ്ട്. അദ്ദേഹം ആ സഞ്ചരിച്ച വഴികൾ അങ്ങനെയായിരുന്നു. അധികം സംസാരിക്കാതെ നിരന്തരം കേട്ടുകൊണ്ടാണ്. എല്ലാവരും അദ്ദേഹത്തോട് വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഒഴുകുന്ന ആ കാരുണ്യമാണ് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി അദ്ദേഹം തപം ചെയ്യുകയാണ് അല്ലെ. ഭാഷ പോലും തമിഴാണ് വേണ്ടതെങ്കിൽ തമിഴ്, സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം, മലയാളമാണെങ്കിൽ മലയാളം. ഇതിലൊന്നും ഒരു ടാഗോറുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസ്കൃതത്തിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ ആ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു ഗുരുവുണ്ടായിരുന്നു. പക്ഷേ ആ തത്വത്തെ തൊട്ടറിഞ്ഞു കഴിഞ്ഞപ്പോൾ, വേദാന്തത്തിൻ്റെയൊക്കെ ഭാഷയിൽ പരമഹംസത്വം എന്നൊക്കെ പറയും, തത്വത്തെ തൊട്ടറിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ജടിലമല്ലാതെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അതിനെ പകർന്നു കൊടുക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ പകർന്ന് കൊടുത്ത് ഒരിക്കലും അവസാനിച്ചിട്ടില്ല. ആ ഗുരുവിൻ്റെ ഒരു സങ്കല്പത്തിലേക്ക് ഇനിയും നമ്മുടെ നാട് ഏറെ നടക്കാനുണ്ട് എന്ന് പലപ്പോഴും തോന്നും. അങ്ങനെ വീണ്ടും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അങ്ങോട്ട് സഞ്ചരിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമല്ലാതെ വരും. ആ ഒരു തലത്തിലെത്തിക്കഴിയുമ്പോൾ അവിടെ ഇതൊന്നും മനുഷ്യൻ അല്ലെങ്കിൽ പ്രപഞ്ചം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ തന്നെ എത്തി നിൽക്കുകയും ദ്വൈതങ്ങളില്ലാതെ, ദ്വൈതമില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതിരില്ല, പിന്നെ അതിരേയില്ല, അങ്ങനെ നിൽക്കുന്ന ഒരു തലത്തിലേക്ക് തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തെ കൊണ്ട് ചേർത്ത് നിർത്തുക, അല്ലെങ്കിൽ നിർത്തിയിട്ടാണ് അദ്ദേഹം
അവിടം വരെ അദ്ദേഹം അചഞ്ചലനായിരുന്നു, എത്ര ധൈര്യമായിരുന്നു അല്ലേ? അദ്ദേഹം എടുത്ത ഓരോ കാര്യങ്ങളിലും ആലോചിച്ച് നോക്കുക. ഏത് കാലഘട്ടത്തിലാണ്, ഈ കാലഘട്ടത്തിൽ പോലും സാധ്യമല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും വളരെ ശാന്തമായിട്ട്, വലിയ ശബ്ദകോലാഹലങ്ങൾ, അത്ര കൃത്യമായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കല്പം, അത്ര ഉദ്ദേശശുദ്ധി നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കല്പം. ഇത് നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ മാത്രം പോയാലും കണ്ടെത്താവുന്നതും അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതും നാമൊക്കെ തിരിച്ചറിയേണ്ടതും അല്ലേ? നമുക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയധികം കാലം മുമ്പ് നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി, നമുക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ? ഇന്ന് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ചിന്തിച്ചവരുടെ ഒരു പ്രൊഡക്റ്റ്, അതിൻ്റെ ഒരു ഫലം തന്നെയാണ്. തപസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി, നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി. ആ ജീവിതം നമുക്കു വേണ്ടി അന്നേ അർപ്പിച്ചു വച്ചു. ആ ചിന്തകൾ ഇപ്പോഴും നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി മുന്നോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ ഇടപെടാം. നമുക്ക് 10 മിനിറ്റും കൂടിയാണുള്ളത്, അത് നമുക്ക് ചർച്ചയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ സെഷൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇതുപോലെ തൊട്ടടുത്തിരിക്കാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ പരസ്പരം വല്ലാതെ അകറ്റപ്പെട്ട ഒരു സമൂഹമായിരുന്നു നമ്മുടേത് ജാതിയുടെ പേരിൽ. ഗുരുവിൻ്റെ നിരന്തരമായ പ്രവർത്തനം കൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് ജാതി എന്നത് അത്രയൊന്നും വലിയൊരു പ്രശ്നമല്ലാത്ത രീതിയിലേക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഞാൻ വേറൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ഗുരുവിൻ്റെ കൃതികളിൽ നിന്നുള്ള കുറച്ച് ശ്ലോകങ്ങൾ ഞാൻ പറയാം. ഇണങ്ങി ഇരുകൊങ്കയും ഇളക്കി ഉയിരുണ്ണും പിണങ്ങളോട് പേടി പെരുതായി വിളയുന്നു. മണം മുതൽ 5 അണഞ്ഞ് വിളയാടും പിണങ്ങളോട് ഞാനൊരു കിനാവിലുമിണങ്ങ. ഇത് വൈരാഗ്യ ദശകം എന്ന് പറയുന്ന ഒരു കൃതിയിലെ വരിയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്തോരോടൊക്കെ എതിർക്കുന്ന പടത്തലവി കുലട. അപ്പം ഈ കൃതി 10 ശ്ലോകങ്ങളാണ്. അതിൽ 9 ശ്ലോകങ്ങളും സ്ത്രീയെ അതിഭീകരമായി വൈരാഗ്യത്തോടു കൂടി, എനിക്ക് വൈരാഗ്യ ദശകം എന്ന് പറഞ്ഞപ്പോൾ വിചാരിച്ചു സ്ത്രീയോടുള്ള വൈരാഗ്യമാണോ ഗുരു പറയാൻ പോകുന്നതെന്ന് തോന്നത്തക്ക രീതിയിൽ അത്രയും മ്ലേച്ഛമായ പദങ്ങൾ. ഇപ്പോൾ കുടല, പടത്തലവി, അടുത്തോരോടൊക്കെ പടവെട്ടുന്നവള്, പിണം എന്ന വാക്ക് 2 പ്രാവശ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആ ഒരു കൃതിയിലെ മാത്രമാണ്. പിന്നെ ശിവശതകത്തിൽ 100 ശ്ലോകങ്ങളിൽ 69, 70, 71, 72 ഈ 4 ശ്ലോകങ്ങളിലായിട്ട് മിഴിമുന കൊണ്ട് മയക്കി നാഭിയാകും കുഴിയിലിട്ടുരുട്ടി മറിപ്പതിനൊരുങ്ങി കിഴിയുമെടുത്തു വരുന്ന മങ്കമാർത്തൻ വഴികളിലിട്ടു വലയ്ക്കൊലാ മഹേശ. അപ്പം ഇതിനകത്ത് മിഴിമുന കൊണ്ട് മയക്കി നാഭിയാകും കുഴിയിലിട്ട് ഉരുട്ട്. അപ്പം സ്ത്രീകളുടെ കർമ്മമായിട്ട് ഇതിൽ പറയുന്നത് നാഭിയാകും കുഴിയിലിട്ട് പുരുഷനെ ഉരുട്ടുക, പിന്നെ കിഴിയുമെടുത്തു വരിക, പിന്നെ തലമുടി കോതി മുടിഞ്ഞു തക്കയിട്ട ഒക്കാല മതയാന കുലുങ്ങി വന്നു കൊമ്പും തലയും ഉയർത്തി വിയ്യത്തിൽ നോക്കി നിൽക്കും മുലകളും എന്നെ വലയ്ക്കൊലാ മഹേശ. അപ്പം സ്ത്രീ ആത്മാവുള്ള ഒരു ജീവിയായിട്ട് ഗുരു കരുതിയിട്ടില്ല എന്ന് തോന്നും വിധം. ഇതുകൂടാതെ ഭാര്യാധർമ്മം എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട്. ആ ഭാര്യാധർമ്മത്തിനകത്ത് ഭാര്യയുടെ ധർമ്മമായിട്ട് പറയുന്നത് പാതിവ്രത്യം പോലെയുള്ള ഗുണങ്ങളാണ്. ഇപ്പോൾ ഭാര്യ നന്നായാൽ കുടുംബം നന്നാവും. ഭാര്യയുടെ ഗുണം ആയിട്ട് ചാരിത്ര്യം, പാതിവ്രത്യം പോലെയുള്ള ഗുണങ്ങളാണ് പറയുന്നത്. ദൈവത്തെ സ്തുതിച്ചിട്ടില്ലെങ്കിലും തൻ്റെ നാഥനെ സ്തുതിക്കുന്ന സ്ത്രീ മഴ പെയ്യട്ടെ എന്ന് കൽപ്പിച്ചാൽ മഴ പെയ്യും. അതാണ് ഒരു സ്ത്രീക്ക് ഉള്ള ഗുണമായിട്ട് ഗുരു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ സകല ഉറുമ്പിനോട് പോലും അനുകമ്പ തോന്നിയ ഗുരു സ്ത്രീയോട് എന്തുകൊണ്ടായിരിക്കാം സ്ത്രീയെ ആ ഒരു രീതിയിൽ കാണുന്ന, ഞാൻ വായിച്ച ഒറ്റൊന്നിലും ഗുരുവിൻ്റെ കൃതികൾ വായിച്ചപ്പോൾ, ഗുരുവിൻ്റെ പ്രസംഗങ്ങളെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ, കൃതികൾ വായിച്ചപ്പോൾ ഒന്നിൽ പോലും സ്ത്രീയെക്കുറിച്ച് വളരെ മനോഹരമായോ, ഇപ്പോൾ നമ്മുടെ ഗുരുവിൻ്റെ മറ്റെല്ലാ സംഗതികളും നോക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഉപനിഷത്തിലും മറ്റും പറഞ്ഞിട്ടുള്ള എത്ര നാരിസ്തു പൂജന്തേ എന്നൊക്കെ അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാര്യം പോലും ഗുരു പറഞ്ഞതായിട്ട് കാണുന്നില്ല. ഇതിനെക്കുറിച്ച് ടീച്ചർ ഒന്ന് വിശദീകരിക്കാം.
ഇത് ശരിയാണ്. നിഷ, നല്ല പേര്, നിഷ പറഞ്ഞത് ഈ വരികളൊക്കെ ഗുരുവിൻ്റെ കൃതികളിൽ ഉള്ളത് തന്നെയാണ്. അത് ഒരു കാര്യം, ഒന്ന് ഒരു വ്യക്തിയിൽ ഒരു എവല്യൂഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യകാല കൃതികളിൽ ഒരു സഗുണമൂർത്തിയെ ഞാൻ അങ്ങനെ ന്യായീകരിക്കുകയല്ല, അങ്ങനെ അതല്ല എൻ്റെ ഉദ്ദേശം. ഒരു സഗുണ ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന ഒരു പദ്യമാണ് നാരായണ ഗുരു ആദ്യമായിട്ട് എഴുതുന്നത്. പിന്നീട് അങ്ങനെ വന്നിട്ട് ഒരു എവല്യൂഷൻ ഗുരുവിൻ്റെ കൃതികളിൽ, ഗുരുവിൻ്റെ ചിന്തയിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതല്ലാതെ വളരെ സാമ്പ്രദായികമായ രീതിയിലുള്ള ചിന്തകൾ, ഇപ്പോൾ ഒരു വേദാന്ത ചിന്ത, ഈവൻ ആയുർവേദം എന്നുള്ളൊരു ശാസ്ത്രം, വളരെ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന, വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആയുർവേദം പോലെയുള്ള ശാസ്ത്രങ്ങളിലും പല കാര്യങ്ങളും നോക്കുമ്പോൾ, പല ഉദാഹരണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് പുരുഷനെ തന്നെ അഭിസംബോധന ചെയ്യുന്ന ഉദാഹരണങ്ങളാണ് ആയുർവേദ ശാസ്ത്രങ്ങളിലും പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടാവുക. അതുപോലെ വേദാന്ത ശാസ്ത്രങ്ങൾ, അന്നത്തെ കാലത്തെ ഇതേ പല വേദാന്ത ഗ്രന്ഥങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഇവിടെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരക്തി എന്നാണ് അർത്ഥം. അപ്പോൾ ആ വിരക്തിക്കൊക്കെ സ്ത്രീകളിൽ നിന്നുള്ളൊരു ഡിറ്റാച്ച്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ അർത്ഥം കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ആ ഒരു ആശയം തന്നെ ഗുരു പിന്തുടർന്നിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. ഒരു കാര്യം കൂടി പറയാം. ഈ ആലുവയിൽ ഗുരു സ്ഥാപിച്ച സംസ്കൃത പാഠശാലയുണ്ട്. ആലുവ അദ്വൈത ആശ്രമത്തിനോട് ചേർന്നുള്ള ഒരു പാഠശാലയുണ്ട്. ആ പാഠശാലയിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയൊക്കെ ഇംഗ്ലീഷ് അധ്യാപകനൊക്കെ ആയിരുന്നു. ആ പാഠശാലയിൽ ആദ്യം പെൺകുട്ടികൾക്ക് പ്രവേശനം കൊടുത്തിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പല ശിഷ്യരും എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. ആദ്യം കൊടുത്തിരുന്നില്ല, പിന്നീടാണ് പെൺകുട്ടികൾക്ക് കൂടി പ്രവേശനം കൊടുത്തത്. അതിപ്പോൾ ബുദ്ധനും അങ്ങനെ, ബുദ്ധൻ്റെ വിഹാരങ്ങളിൽ ഭിക്ഷുണികൾക്ക് ഈ ഒരു ഭിക്ഷുണിത്വം കൊടുത്തിരുന്നില്ല, പിന്നീടാണ് ബുദ്ധനും കൊടുത്തത്. നാരായണ ഗുരുവും ആദ്യം പെൺകുട്ടികൾക്ക് പ്രവേശനം കൊടുത്തിരുന്നില്ല, പിന്നീട് അത് കൊടുക്കാൻ തയ്യാറായിട്ടും ഉണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും ഒരു സാമ്പ്രദായികമായ രീതി, അത് സ്ത്രീകളുടെ മാത്രമല്ല, ശിവശതകത്തിലൊക്കെ ശരീരത്തിനെ തന്നെ, ഇപ്പം മാഷ് പറഞ്ഞ കാര്യത്തിൽ അനുകമ്പയില്ലാത്തവൻ്റെ ശരീരം തോലും അസ്ഥിയും മാത്രമാണെന്ന് പറഞ്ഞു. അതല്ലാതെ ശിവശതകത്തിലൊക്കെ പൊതുവെ ശരീരം തന്നെ വളരെ നിന്ദ്യമായിരിക്കുന്ന, അത് ആ ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു ആവശ്യകത ഗുരു അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഡിറ്റാച്ച്മെൻറ്റിന് ഒരു സ്ത്രീകളുടെ ശരീരത്തിനെ കുറിച്ച് അധികമായിട്ടും കൂടി ഒരു ആസക്തിയിലേക്ക്, അറ്റാച്ച്മെൻറ്റിലേക്ക് മനുഷ്യനെ വലിച്ചിഴയ്ക്കുന്ന ഒന്നായിട്ട് കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭോഗത്തിലേക്ക് മനുഷ്യനെ വലിച്ചിഴയ്ക്കുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതൊരു എവല്യൂഷൻ്റെ ഭാഗം. ചില കാര്യങ്ങളിൽ ആ ഒരു സാമ്പ്രദായികമായ രീതിയിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷേ ഏത് കാര്യമെടുത്താലും അങ്ങനെയാണല്ലോ, അതിൻ്റെ ഉള്ളിൽ തന്നെ ചില ഡയലോഗ്സ് ഉണ്ടാവും അല്ലേ? അങ്ങനെയാണല്ലോ. ഇപ്പോൾ ബുദ്ധനിലുണ്ട്, ശങ്കരാചാര്യരിലുണ്ട്, നാരായണ ഗുരുവിലും പലരിലും ഉണ്ടാവും, ഉപനിഷത്തുകളിലും ഒക്കെ കാണാം. പല ഡയലോഗ്സ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ തന്നെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ പറയുന്ന ചില സംഭാഷണങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പം അതിനെന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിനെ മറികടക്കാനുള്ള ചില ശ്രമങ്ങൾ പല മേഖലകളിലും പല ജ്ഞാന പദ്ധതികളിലും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഡയലോഗിൻ്റെ ഭാഗമായിട്ട്, അതൊരു ഡയലോഗായിട്ട് അവിടെ ഉണ്ട്. പക്ഷേ അതിനെ മറികടക്കാനുള്ള ഒരു ഉത്തരം കൂടി ഗുരു നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ അതിനെ കാണാമെന്ന് തോന്നുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ അത്ര ഒരു പഴയ കാലത്തല്ല ഗുരു ജീവിച്ച ആൾ, അത്ര പഴയ കാലത്തല്ല. ഇപ്പം 100 വർഷമാവുന്നേ ഉള്ളൂ. 1854 തോന്നുന്നു അല്ലേ ജനിച്ചത്, 86 അങ്ങനെ 2 കണ്ടു, 54, 56. എന്തായാലും ഇതേ ഒരു കാലഘട്ടത്തിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയൊക്കെ അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുന്നുണ്ട്. വിദ്യാപോഷിണി, ശ്രീ വിദ്യാപോഷിണി എന്ന് ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അതുപോലെ അദ്ദേഹം സന്യാസത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് സ്വന്തം ഭാര്യയെ കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലത്ത് ഗുരുവും കൂടി ആ ഒരു രീതിയിൽ സ്ത്രീകളെ കണ്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ സ്ത്രീകൾ കിട്ടുന്ന ഓരോ അവസരത്തിലും പുരുഷൻ്റെ അക്രമാസക്തി
ഈ സ്ത്രീയിലേക്ക് നമ്മൾ ഇതിലൊക്കെ കാണാറുണ്ട്, ഷിംജിതയൊക്കെ ഇതിട്ട സമയത്തൊക്കെ പുരുഷൻ്റെ അക്രമാസക്തി എത്ര ഭീകരമായിട്ടാണ് സ്ത്രീക്കെതിരായിട്ട് വരുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിൽ സ്ത്രീയെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നെങ്കിൽ കേരളം ജാതിയുടെ കാര്യത്തിൽ എന്ന പോലെ ഒരുപാട് മുന്നോട്ട് പോകുമായിരുന്നില്ലേ സാർ? ഇപ്പം ഈ പിന്നെ സ്ത്രീകളുടെ ഇങ്ങനെ ഈ നമ്മളുടെ തപസ്സിനെ മുടക്കുന്ന അല്ലെങ്കിൽ കാമത്തിലേക്ക് കൊണ്ടുവരുന്ന ദൂതിമാരാണ് എന്നുള്ള മട്ടിലുള്ള എഴുതുന്ന രീതി ഈ ശൈവ സിദ്ധന്മാരുടെ ഒരു എക്സസൈസായിരുന്നു. പുരുഷൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഗതികൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ നടരാജ ഗുരു ഒരിക്കൽ നാരായണ ഗുരുവിനോട് ഈ ചോദ്യം ചോദിച്ചു, നിങ്ങൾ സ്ത്രീകളെ പറ്റി ഇങ്ങനെ എഴുതിയിട്ടുള്ളതിന് ഈ ഒരു ഇതിന് എന്താണ് ന്യായീകരണം? അപ്പോൾ അതിനെപ്പറ്റി പിന്നെ നാരായണ ഗുരു പറഞ്ഞ് ആ ഞാനല്ല ഈ ഞാൻ, ആ ഞാൻ എന്നേ മരിച്ചു കഴിഞ്ഞു എന്നുള്ള മട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണ്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും സ്ത്രീ പുരുഷ ഇതിനെപ്പറ്റി റിഫോമിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിഫോമിൻ്റെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ വരുമ്പോഴാണ് ഇപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത്. അത് വളരെ പ്രധാനമാണ്. പക്ഷേ ഇപ്പോൾ ഗുരു പുരുഷൻ എന്ന് പറയുമ്പോഴും അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആശയപരമായിട്ടുള്ള ഇതിൽ വരുന്ന സമയത്ത് എല്ലാ ജാതി വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഉള്ള ഒരു തരം വേറൊരു ഡിസ്കോഴ്സാണ്. അപ്പോൾ ആ ഡിസ്കോഴ്സിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കാളീസ്തവം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അത് ഗംഭീരമായിട്ടുള്ള സ്ത്രീ ശക്തിയുടെ ഒരു വലിയ ഒരു ആഘോഷമായിട്ടാണ് അദ്ദേഹം പിന്നെ കാളി നാടകം എന്ന് പറയുന്ന കൃതി എഴുതുന്നത്. അപ്പോൾ ഏതായാലും ഈ ശരിക്ക് നമ്മൾ റിഫർമേഷൻ്റെ പരിസ്ഥിതിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന ആ ഒരു സ്ത്രീയെ ആ തരത്തിൽ സംബോധന ചെയ്യുന്നില്ലെങ്കിലും ഇതൊക്കെ യൂണിവേഴ്സലായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് ആണ് ഇപ്പം പിന്നെ പുരുഷൻ എന്ന് പറയും. ഇപ്പം നമുക്ക് പലപ്പോഴും പിന്നെ പലപ്പോഴും നമ്മുടെ ഡിക്ഷനിൽ ഉപയോഗിക്കുമ്പോൾ പുരുഷൻ്റെ ഡിക്ഷനാണ് ഉപയോഗിക്കുന്നത്. മഹാൻ അല്ലെങ്കിൽ മഹാത്മാക്കൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഡിക്ഷനിൽ തന്നെ ഒരു പുരുഷ കേന്ദ്രിതമായിട്ടുള്ള ഒരു ഡിക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളറിയാതെ നമ്മളെ അത് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഈ പരിമിതികളെ പറ്റിയുള്ള ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ചട്ടമ്പി സ്വാമികളാണെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നും നാരായണ ഗുരുവിൻ്റെ അതേ ആശയം കൊണ്ടുവന്ന ചട്ടമ്പി സ്വാമികൾ സ്ത്രീകളുടെ പ്രാധാന്യം പലപ്പോഴും കൊണ്ടുവരികയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഒരു വളരെ പ്രോബ്ലമാറ്റിക്കാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഈ ജാത്യാതീതമായിട്ടുള്ള ഒരു ആശയത്തെയാണ് ഇപ്പം പിന്നെ പുരുഷൻ എന്ന് പറയുമ്പോൾ പോലും നാരായണ ഗുരു പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ പരിമിതികളെ മനസ്സിലാക്കുമ്പോൾ തന്നെ. സാർ, നമ്മൾ ഈ 1858 അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നത് വരെ ഒരു പ്രതിഷ്ഠ എന്ന് വെച്ചാൽ വലിയ ആചാര അനുഷ്ഠാന കോലാഹലങ്ങളോടെ ബ്രാഹ്മണർ നടത്തിയിരുന്ന ഒരു സാധനമാണ്. അതിനെ പാടെ പൊളിച്ചു തള്ളാൻ ഗുരുവിന് സാധിച്ചു. അതുപോലെ പ്രതിഷ്ഠയെ നടത്താതിരുന്നുവെങ്കിൽ അതായിരുന്നില്ല കുറച്ചും കൂടി നന്നാവുക? 2 മിനിറ്റിനുള്ളിൽ ഗുരു തന്നെ ഒരിക്കൽ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രതിഷ്ഠകളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പം നിങ്ങൾ ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ എത്തുന്ന വരെയേ ഇന്ന പ്രതിഷ്ഠയാണെന്നുള്ള ചിന്തയിൽ നിൽക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ ഒരു ബിംബത്തിൽ കുടുങ്ങി നിൽക്കാനല്ല, ഒരു എൻട്രൻസ് മാത്രമായിട്ട് ബിംബത്തെ നിലനിർത്തുകയാണ്. ഒരു പക്ഷേ തൻ്റെ ചുറ്റുമുള്ള ജനങ്ങളെ തിരിച്ചറിയുമ്പോൾ അവരുടെ ആകുലതകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആദ്യം അവിടെ നിൽക്കുകയല്ല ചെയ്തത്. കൂടുതൽ ഭംഗിയാക്കി വലിയ വലിയ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥാനങ്ങൾ ഉണ്ടാക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത്.
അവിടെ നിന്നും അദ്വൈതത്തിൻ്റെ വിളക്കാണ് അല്ലേ. പ്രതിഷ്ഠ പോലുമില്ലാതെ ആലുവയിലിരിക്കുന്നു. അല്ലെങ്കിൽ കണ്ണാടി ഒരു അവനവനെ തന്നെ തിരിച്ചു കാണുന്ന തലത്തിൽ ഗുരു നമ്മളെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു യാത്ര മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ നിന്ന് തുടങ്ങിയെങ്കിലേ അല്ലേ. അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട്, ക്ഷേത്രങ്ങൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എല്ലാവരും കുളിച്ച് ശുദ്ധിയായിട്ട് വരുമല്ലോ. അപ്പോൾ അവിടെ ആലോചിച്ച് നോക്കണം. അല്ലാതെ അതിൽ കുടുങ്ങി നിൽക്കുകയല്ല അദ്ദേഹം ചെയ്തത്. ഒരു വലിയ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ഒരു മാർഗത്തിൽ ചില ഇടങ്ങളായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി എന്നെനിക്ക് തോന്നാറുണ്ട്. മാത്രവുമല്ല, ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു ചർച്ചയിൽ കുറച്ച് കഴിയുമ്പോൾ ക്ഷേത്രങ്ങളും ഇതുമൊന്നുമില്ലാതെ അതിൻ്റെ അപ്പുറത്ത് ആ പ്രജ്ഞ അങ്ങനെ തന്നെ നിർത്താൻ മനുഷ്യന് സാധിക്കും, അല്ലെങ്കിൽ വ്യക്തിക്ക് സാധിക്കുമെന്ന് പറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരിടത്ത് നിൽക്കേണ്ടതല്ല, അദ്ദേഹം ഒരു ടോട്ടൽ അദ്ദേഹത്തിലൂടെ തന്നെ മുമ്പോട്ട് സഞ്ചരിക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് എനിക്കത് വായിക്കുമ്പോൾ തോന്നാറുള്ളത്. നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് ഇനി ചോദ്യങ്ങളെ അനുവദിക്കേണ്ടതില്ല എന്നാണ് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഈ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞു. താങ്ക് യു. നാരായണ ഗുരു അനുകമ്പയിലേക്കുള്ള ദൂരങ്ങൾ വളരെ ആകർഷകമായ ഒരു സെഷൻ അവസാനിച്ചിട്ടുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി കെ മുത്തുലക്ഷ്മി, ശ്രീ കെ വിനോദ് ചന്ദ്രൻ, ശ്രീ SN മഹേഷ് ബാബു, ശ്രീമതി നിഷ അക്കരത്തൊടി എന്നിവർക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.